ആ അതെ, മലയണ്ണ മലയണ്ണ. അതെ, ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. രണ്ട് മരത്തിനിടയ്ക്ക്. ഓയ് അടിപൊളി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിൽ, അതുകൊണ്ട് ഞാൻ ഈ മരത്തിനടിയിലോട്ട് കയറി നിൽക്കുമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടെറേറിയമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ടെറേറിയം എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളിതിനകത്ത് വെള്ളം, ഒരു പൂള് പോലെ വെള്ളം കൂടെ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അക്വാ ടെറേറിയം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. പാലഡേറിയം എന്നും പേരുണ്ട്. അപ്പോൾ ലാറ്റിനിൽ പാലസ് എന്ന് പറയുമ്പോഴത്തേക്കും PALUS, പാലസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാമ്പ് എന്നൊരു മീനിങ് ഉണ്ട്, ചതുപ്പ് നിലം. അപ്പോൾ ആ ഒരു ബേസിലാണ് ഈ പാലഡേറിയം എന്ന് വന്നേക്കുന്നത്. പാലഡേറിയം എന്ന് പറയുമ്പോഴത്തേക്കും റിവർ ബാങ്ക് പോലെയും സ്വാമ്പ് പോലെയൊക്കെ നമ്മളിങ്ങനെ മോഡൽ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഏറെക്കുറെ ടെറേറിയം പോലെ തന്നെ നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അതിനകത്ത് വേറെ ജീവികളൊക്കെ കാണും. അങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനം, ഒരു തന്നെത്താനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഇക്കോസിസ്റ്റം പോലെ വെക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ടെറേറിയം അങ്ങനെ തന്നെ ഇതിനകത്ത് നമ്മൾ പൂളായിട്ട് വെള്ളം കൂടെ വെക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യണം. കാരണം നമ്മളൊരു ഗ്ലാസിൻ്റെ ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കുമ്പോഴത്തേക്കും കുറച്ച് മരത്തിൻ്റെ തടികളൊക്കെ വേണം, കുറച്ച് കല്ല് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ വേണം, കുറേ പ്ലാന്റ്സ് ഒക്കെ വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് അടുത്ത് ചെറിയൊരു കാടൊക്കെ ഉണ്ട്. കാടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആയിട്ട് വരും. അഞ്ചുരുളി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ടണലൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു ടണലിനകത്തൂടെ വെള്ളമൊക്കെ വരുന്ന ഒരു സംഗതിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അഞ്ചുരുളി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആയിട്ടുള്ള ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെതിലെടുത്ത് കിടക്കുന്ന തടിയുടെ പീസ്, അതുപോലെ എന്തെങ്കിലും ചെറിയ പ്ലാന്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ കളക്ട് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെറേറിയം ഉണ്ടാക്കാനായിട്ടുള്ള അക്വാ ടെറേറിയം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു അറ്റംപ്റ്റ്, അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, മാത്രമല്ല നമുക്ക് കാട്ടിനകത്തൂടെ കുറേ നേരം നടക്കാം, എന്തെങ്കിലും ആനിമൽസിനെയൊക്കെ ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ അഞ്ചുരുളിയിലെത്തി. ഇവിടെ എൻട്രൻസ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ നടന്നാൽ നമുക്ക് ടണലിൻ്റെ അങ്ങോട്ട് പോകാം. അതുപോലെ തന്നെ ഈ ഒരു വഴിയുടെ തൊട്ട് സൈഡിലായിട്ട് മുകളിലോട്ട് ഫോറസ്റ്റിലോട്ട് ഒരു ചെറിയ വഴി കിടപ്പുണ്ട്. അത് വഴിയായിട്ട് കാണാനൊന്നുമില്ല, എന്നാലും അതുവഴി കയറിപ്പോയാലും നമുക്ക് ഫോറസ്റ്റിനകത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ടണലിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ടണലൊക്കെ ഒന്ന് കണ്ടിട്ടായിരിക്കും നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറാനായിട്ട് പോകുന്നത്, നമുക്ക് തടിയൊക്കെ കളക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങി ടണലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒരു ഗേറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഉള്ളപ്പോഴത്തേക്കും അങ്ങോട്ട് ആൾക്കാരെ കടത്തി വിടാതിരിക്കാനായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഗേറ്റാണ്. പക്ഷേ എങ്കിൽ ഈ ഗേറ്റിൻ്റെ സൈഡ് വഴി ആൾക്കാർ വേറെ വഴി ഉണ്ടാക്കിയിരിക്കുവാണ് സൈഡിൽ കൂടെ അങ്ങോട്ട് കടന്നു പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ടണലെന്ന് പറയുമ്പോഴത്തേക്കും അഞ്ചുരുളി ടണൽ 5.5 കിലോമീറ്റർ നീളമുള്ള ടണലാണ്. ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി റിസർവോയറിലോട്ട് വെള്ളം കൊണ്ടുവരാനായിട്ട് പാറ തുരന്ന് ഉണ്ടാക്കിയേക്കുന്ന ഒരു ടണലാണ് അഞ്ചുരുളി ടണൽ. കാരണം നമ്മുടെ ഈ ഇടുക്കി ഡാമിൽ വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉരുളി കമിഴ്ത്തി വെച്ചേക്കുന്ന പോലെ 5 കുന്നുകൾ അല്ലെങ്കിൽ ചെറിയ മലകൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അഞ്ചുരുളി എന്ന് പേരും വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടണലിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കി. അപ്പോൾ അങ്ങ് അകലെ ഒരു ചെറിയ വെട്ടം കാണാം, അത് ടണലിൻ്റെ അപ്പുറത്തെ അറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ടണലൊക്കെ ഒന്ന് കണ്ടു. അവിടുന്ന് നമ്മൾ തിരിച്ച് താഴോട്ടിറങ്ങി. അപ്പോൾ ഇപ്പുറത്തെ വഴി കൂടെ നമുക്ക് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാലും നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഫോറസ്റ്റിലോട്ട് കയറാൻ തുടങ്ങുകയാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഫോറസ്റ്റിലോട്ട് നടക്കാനായിട്ട് ഒരുപാട് ദൂരമുണ്ട്. ഇവിടേക്ക് ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്ന്. ഇത് കൂനമ്പാലയാണ് കേട്ടോ. നമ്മൾ പണ്ടൊരു വീഡിയോ ഇല്ല, സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ അതിനകത്ത് ഈ മരത്തിൻ്റെ കമ്പാണ് നമ്മൾ സ്ലിംഗ് ഷോട്ട് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തത്. 2 മരമുണ്ട്, രണ്ടും കൂനമ്പാലയാണേ. എന്നെ പൊക്കം വന്നുണ്ടോ. ഇത് സാധാരണ പാല പോലല്ല, ഈ കൂനമ്പാല വളരാനായിട്ട് ഭയങ്കര സ്ലോയാണ്. അപ്പോൾ ഇത്രയും വലുതാകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഴക്കമുള്ള മരമാണ്. അവിടെയൊക്കെ നിൽപ്പുണ്ടോ, അവിടെ നിൽക്കുന്ന ആ മരം, അതെ ആ മരം കണ്ടോ, അത് എൻ്റെ പൊക്കം കണ്ടോ, ആ മരവും കൂനമ്പാലയാണ്. ഇതാണ് കൂനമ്പാലയുടെ കായ്. മേളിൽ കിടക്കുന്നത് നല്ല ചുമന്ന കളറുള്ളതാണ്, അത് കൂനമ്പാലയുടെ കായാണ് കിടക്കുന്നത്. ഫുൾ ഉണങ്ങി കരിഞ്ഞ് കിടക്കുക. നമ്മൾ ഇച്ചിരി മഴയൊക്കെ ഉള്ളപ്പോൾ വരുവാണെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ഉണ്ടാവും.
ഇപ്പം എന്തായാലും ഒന്നുമില്ല. വലിയ കാര്യമായിട്ടുള്ള വെയിലില്ല, അതുകൊണ്ട് വലിയ സീനില്ല. ഇവിടെ ഒരു മരത്തിൽ നിന്ന് 2 കഷ്ണം ഓർക്കിഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ഫുള്ള് കാടാട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമേ ഉള്ളൂ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന പുല്ലും ഒക്കെ ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് അങ്ങനൊന്നുമില്ല. നല്ല അത്യാവശ്യം നല്ല പച്ചപ്പുള്ള നല്ല കാടാണ്. ഇങ്ങനെ നടക്കാനും നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല പാമ്പോ ചേമ്പോ ഒക്കെ ഉണ്ടോയെന്ന് അറിയിച്ചില്ല കേട്ടോ, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല. ചിലപ്പോൾ ഇതുവഴി വന്നാൽ മലയണ്ണാനെയൊക്കെ കാണാൻ പറ്റും. മലയണ്ണാന്, കാട്ടുകോഴി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എന്തായാലും നമ്മളിപ്പോൾ ഒരു 2-3 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഈ സമയത്തൊന്നും കാണുമെന്ന് അറിയത്തില്ല. വൈകുന്നേരമൊക്കെയാണ് ചിലപ്പോൾ കൂടുതൽ ജീവികളൊക്കെ കാണും. ഓരോ ജീവികൾ കരയുന്ന ഒച്ച കേൾക്കാം, പക്ഷെ ഒന്നിനും കാണാനൊന്നുമില്ല. കാടിൻ്റെ ഒച്ച എന്തോ ഒരു സ്പെഷ്യൽ വൈബ് കിട്ടുന്നൊരു ഒച്ചയാണ്. രണ്ടുപേരും നടന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഒന്ന് നടക്കാൻ പോവാം. എന്നാൽ പിന്നെ അച്ഛനമ്മ ഞങ്ങളെ കൂട്ടിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മുടെ വീടിനടുത്തുനിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ 4-5 കിലോമീറ്റർ അകലേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് ഫുള്ള് റിസോർട്ട് ഫോറസ്റ്റ്. നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആയിട്ട് വരും. ഇങ്ങനെ നടന്ന് കുറേ ദൂരമായി. നല്ല രസമുണ്ട് നടക്കാനായിട്ട്. ഇവിടെ ഉണങ്ങിയ മരം നിൽക്കുന്നുണ്ടോ? ഉണങ്ങി നിൽക്കുന്ന മരം. അങ്ങനെ ഒരുപാട് മരം ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങി മറിഞ്ഞ് നിലത്ത് കിടക്കുന്നതായിട്ടും ഒരുപാട് മരമുണ്ട് കണ്ടോ. ഇവിടെ ആണെങ്കിലും മരം, വരുന്ന വഴിക്കാണെങ്കിലും കുറേ മരം ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയാൽ കണ്ടോ വലിയൊരു മരം. അത് ചേലയാണ് കേട്ടോ. ചേല എന്ന് പറയുന്നതാണ് ആ മരത്തിൻ്റെ മേളിൽ പിടിച്ചേക്കുന്നതാണ്. അതിലും വലിയ വേറെ മരം ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ ഉണ്ടോ അത്രയും വലുതാണ്. വണ്ടേ വരെ വലിയ മരം. ഒരു മരം കിട്ടിയാൽ മതി, ഒരു വർഷത്തേന് അടുപ്പ് കത്തിക്കാം. അത്രയും വലിയ മരമൊക്കെ ഉണങ്ങി കിടക്കുന്നത്. ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും നല്ലൊരു കൂളിംഗ് ആയി. നല്ലൊരു ആ വെയിലിൻ്റെ ആ ചൂടൊക്കെ അങ്ങ് പോയി. നല്ല അടിപൊളിയായി. എന്താ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റിനും ഇവിടെ ഇപ്പം ഇങ്ങനെ തിക്കായിട്ടുള്ള കാടൊന്നുമില്ല. ഫുള്ള് കരിയില വീണ് കിടക്കുന്ന പോലത്തെ കാടാണ്. എന്നാലും ഇനിയിപ്പോൾ ഇത്രയും ഭാഗം കാടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും കണ്ട അവിടെ മുതൽ വീണ്ടും കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ വരിക. ഈ മരത്തിൻ്റെ ചുവട്ടിലൊരു കല്ലിരിക്കുന്നുണ്ടോ, വലിയൊരു കല്ല്. അപ്പോൾ ഈ മരത്തിൻ്റെ പേര് പൂവം എന്നാണ് കേട്ടോ. പൂവം മുഴുവൻ പൂത്തേക്കുക. പൂവം മുഴുവൻ പൂവാന്ന്. അടിപൊളി. ഇതാണ് ഈന്ത്. ഇതിൻ്റെ കായോ? എത്തി ഇവിടെ എല്ലാം ഉണ്ടാ സാധനം. അത് ശരിയാ, അത് കേട്ടിട്ടുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ട് വളരുന്ന സാധനം കേട്ടിട്ടുണ്ട്. അതെ അവിടെ ഉണ്ട്. അത് നല്ല പൊക്കം കേട്ടോ. അതേ മുഴുവൻ എന്ത് ചെടിയാന്ന് വയ്ക്കാം മരത്തേൽ. മരത്തിൻ്റെ കൊമ്പേക്കൂടെ മുഴുവൻ ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണിയാണോ എന്ത് കണ്ണിയാന്ന് അറിയത്തില്ല. എന്തായാലും നിറച്ച് ചെടിയുണ്ട്. ഒട്ടും മുള്ളില്ലാത്തൊരു മരം. പുറകെ നിൽക്കുന്ന വലുത് വേങ്ങ. വലിയ മരം വേങ്ങ. മുന്നിൽ നിൽക്കുന്നത് ഇലവ്.
ഒരു മരത്തേൽ വള്ളി ചുറ്റി പിടിച്ചേക്കുന്നുണ്ടോ? 2 വള്ളികൾ തമ്മി ചുറ്റി. അതാണ് സംഗതി. എനിക്ക് അതേ ഉണ്ട് മരത്തിന് മേളിൽ ഒരു മലയണ്ണൻ. അതെ മലയണ്ണൻ ആണ്ട് പോണ്. അവിടെ വന്നിരുന്നു കേട്ടോ. പോകുന്നില്ല. അതിൻ്റെ വാല് നോക്കി താഴോട്ട് വരുക. അതേ വരുന്നു. തലയും കുത്തി. അതേ ഉണ്ട് ഓണ്ടേ ദീപം ഇങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി. അത് തന്നെ. അതിൻ്റെ വാല നോക്കി. അതെ ഇങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അവള് നോക്കുന്ന കണ്ട്. പോയി ഫുള്ള് കരിയില വീണ്. നല്ല ഒരു പ്രത്യേക ഭംഗി സ്ഥലത്തിന്. അങ്ങോട്ടൊക്കെ അതെ ഫുള്ള് കരിയില വീണ് കിടക്കുന്നത് കണ്ടോ. അടിപൊളി. അത് തന്നെ പ്രകൃതി ഭംഗി. 2 മരത്തിനിടയ്ക്ക്. അടിപൊളി. അവിടെ നിന്ന് എന്തോ അനങ്ങ് ഒച്ച വെക്കുന്നുണ്ട്. കരിയിലക്കകത്തൂടെ പോകുന്നേ എന്തുവാന്നറിയത്തില്ല. കമ്പ് എവിടുന്നാ വന്നെന്നറിയാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ മരം വീണ് കിടക്കുന്ന കടലേ. അങ്ങോട്ട് ഇനിയുണ്ട് വഴി. ഇനി മുന്നോട്ട് പോകണോ അതോ തിരിച്ച് നടക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. വന്ന വഴി മുഴുവൻ തിരിച്ച് നടക്കണമല്ലോ. ഇതുവഴിയെല്ലാം ഒരു കിളീൻ്റെ പച്ചക്കിളീൻ്റെ തൂവൽ കിടക്കുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഉറുമ്പുകൾ കൂടിയ ഒരു തല തിന്നുകൊണ്ടിരിക്കുക കണ്ടോ. ഏതോ ഒരു കിളീൻ്റെ തലയൂട്ടി. ഇങ്ങോട്ടൊരു കല്ലുകെട്ടുണ്ട്. ഇവിടുന്ന് പണ്ട് വെള്ളം ഒഴിക്കൊണ്ടിരുന്നതാണേ. ഇവിടേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കൊണ്ടിരുന്നത്. അങ്ങോട്ട് പോകാനൊക്കെ പാടുണ്ടായിരുന്നു. മീൻസ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, തെന്നി വീഴുമായിരുന്നു. അപ്പോൾ എന്തായാലും വേനൽ സമയമായതുകൊണ്ട് വെള്ളമൊന്നുമില്ല. അങ്ങോട്ട് മലയാണ് കേട്ടോ. കണ്ടോ അവിടെ മലയാണ്. നമ്മളവിടെ നിന്നാണ് വന്നത്. അങ്ങോട്ടാണ് പോകുന്നത്. ഇതുണ്ടോ പറയുന്ന സാധനമാണ്. എന്തോ ഒരു സാധനം ഭയങ്കര എന്താ എന്തോ സ്പെഷ്യൽ ജീവിയാണ്. എന്നതാണോ കണ്ടോ. പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നത്. അവിടെ കിടക്കുന്നു. അവിടെ പൈൻറ്റ് കുപ്പി കിടക്കുന്നു. അവിടെല്ലാം ഫുള്ള് കുപ്പികളാണ്. എന്തോ ഒരു ജീവി അവിടെ നിന്ന് കരയുന്നു കേട്ടോ. എന്നൊന്നും കാണത്തില്ലല്ലോ. ഒരു മരം വേറൊരു മരത്തിനെ പിടിച്ചേക്കുന്നുണ്ടോ. ഈ ചേല എന്നാണ് പറയുന്നത്. ഈ ചുറ്റിപ്പിടിഞ്ഞ് കിടക്കുന്ന ഈ സാധനത്തിൽ ഒരു ടൈപ്പ് ഫിഗാണത്. മരത്തിൻ്റെ മുകളിൽ കിളികൾ എന്തെങ്കിലുമൊക്കെ കുരു കൊണ്ടിടും ഇതിൻ്റെ. എന്നിട്ട് താഴോട്ടൊരു വേര് വിടും. വേര് എന്നിട്ട് വീണ്ടും താഴെ കിടന്ന് കിളുത്തിട്ട് മരത്തിൻ്റെ മുകളിലോട്ട് കയറാൻ തുടങ്ങും. മരം മൊത്തത്തിൽ വളരും. അങ്ങനെ അത് അകത്ത് നിൽക്കുന്ന മരത്തിനെ കൊന്നു തിന്ന് തീർക്കും. ലാസ്റ്റ് ചെറിയൊരു ചുറ്റുപോലെ ഒരു ഷെല്ല് മാത്രമായിട്ട് ആ മരം നെറ്റ് പോലെ അങ്ങനെ നിൽക്കും. ഡാമുണ്ടോ? ഡാം ഈ കാണുന്നത് ഇവിടെ വെള്ളച്ചാട്ടം കാണുന്നില്ലേ? അത് നമ്മുടെ അഞ്ചുരുളി ടണലാണ്. ഈ ടണലിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഡാമിലോട്ട് ചെന്ന് ചേരുന്നതാണ്. ഡാം അങ്ങ് കിടക്കുക. ആ സൈഡിലോട്ട് ഒരുപാട് കുറേ അങ്ങുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് പേഴുങ്കണ്ടം മുനമ്പ്. നമ്മൾ പണ്ടൊരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുവഴി നടക്കുന്നത്. അനന്തുമൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ഓക്കെ. അപ്പോൾ അതാണ് പേഴുങ്കണ്ടം മുനമ്പ് കേട്ടോ. അവിടെ ഈ കാണുന്ന കുറച്ച് പാറയുടെ മുകളിൽ കൂടെ ഒക്കെ നമ്മളൊന്ന് കയറി ഇരുന്നതാണ്. അന്ന് ചെന്നപ്പോഴത്തേക്കും വെള്ളം ഇതിലും താഴെയായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ മണൽത്തിട്ടേക്കൂടെ ഒക്കെ നടന്നു നോക്കിയാൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നേ. തിരിച്ച് നടന്നുകൊണ്ടിരിക്കും. എന്നെ വന്ന വഴി മുഴുവൻ തിരിച്ച് നടക്കണം. നമുക്കിവിടെ കുറച്ച് നല്ല രസമുള്ള കമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കമ്പല്ല
തടീൻ്റെ പീസ് ചെത്തിലൊക്കെ എടുത്ത് നല്ല ഷേപ്പായത് അങ്ങനെ കുറച്ചെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. ഇനി അത്ര നേരം നടക്കണം. ഓക്കെ, അപ്പം നമ്മൾ നടക്കാനൊക്കെ പോയി. കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റി. നമുക്ക് കുറച്ച് തടീൻ്റെ പീസസ് ഒക്കെ കിട്ടി. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഓർക്കിഡ് പോലത്തെ ചെടികൾ കിട്ടി. അത് മാത്രമേ കിട്ടിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവിടെ ആണെങ്കിൽ തീയൊക്കെ ഇട്ടിട്ട് പുല്ലൊക്കെ ഫുള്ള് കത്തിച്ച് കളഞ്ഞു. അങ്ങനെ ഫുള്ള് വെയിലൊക്കെ ആയതുകൊണ്ട് ചെറിയ ചെറിയ ചെടികളെല്ലാം തന്നെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. എന്തായാലും എന്തൊക്കെ നമുക്ക് കിട്ടിയെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം നമുക്കിവിടെ കുറച്ച് തടിയുടെ കഷ്ണങ്ങളും ചെറിയ കുറച്ച് ഓർക്കിഡ് പോലത്തെ ചെടികളും ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 മൂട് ഓർക്കിഡ് ഉണ്ട് കേട്ടോ, 3 ചോടുണ്ട്. ഓക്കെ, 2 ചെറുതും ഒരു അത്യാവശ്യം വലുതുമായിട്ടുള്ളതുണ്ട്. നമ്മൾ ഈ തടിയെ തന്നെ നമ്മളിതൊക്കെ കെട്ടിവെച്ച് പിടിപ്പിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കിയാൽ 2 നല്ല ഷേപ്പുള്ള തടിയുടെ പീസസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് ചെതിലെടുത്ത് ഒരു ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ചെതിലുകളായിരുന്നു തോന്നുന്നു. എന്നാലും നല്ല ഭംഗിയായിട്ട് ഇത് നല്ല റെഡ് കളറുള്ള വുഡാണ്. അപ്പോൾ ചെതിലൊക്കെ തിന്ന് നല്ല ക്ലീനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്ന് തേച്ച് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ നല്ല അടിപൊളി സാധനമാവും. കണ്ടില്ലേ, അതുപോലെ 2 പീസുണ്ട്. ഈ 2 സെയിം ഒരേ സ്ഥലത്ത് കിടന്നതാണ് കേട്ടോ. എങ്ങനെയായിരുന്നാലും ഇങ്ങനെ കണ്ടാലിരുന്നതാണ്, ഒന്ന് ഒടിഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നല്ലൊരു തടീൻ്റെ പീസ് റെഡി ആയിട്ടുണ്ട് 2 എണ്ണം. പിന്നെ ഞാൻ ഇച്ചിരി 2 നീളമുള്ള 2 കമ്പും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചോടുഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു നീളമുള്ള കമ്പും, അതുപോലെ ഇത് നല്ല കട്ടിയുള്ള തടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഭാഗം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ. അതുപോലെ ഇതിൻ്റെ പുറത്തിവിടെ ആയിട്ട് ഓൾറെഡി ഒരു ചെറിയൊരു മോസ് ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. ചിലപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് നനയ്ക്കുമ്പോഴത്തേക്കും ഇത് കയറി വന്നേക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പോയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. ഒരുപാട് നല്ല ഷേപ്പുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് എടുത്തില്ല. കാരണം അത്രയും ദൂരം നടന്നുകൊണ്ട് നമ്മൾ കല്ലും ചുമന്ന് നടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കാട്ടിലൊക്കെ പോയിട്ട് അത്യാവശ്യം കുറച്ച് തടിയും ചെറിയ 2-3 പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടെറേറിയം ഉണ്ടാക്കാനായിട്ട്, അക്വാ ടെറേറിയം ഉണ്ടാക്കാനായിട്ട് ഗ്ലാസിൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കണം. അതുപോലെ മണൽ കളക്ട് ചെയ്യണം. പിന്നെ വേറെ കുറച്ച് നല്ല ഷേപ്പുള്ള കല്ലുകൾ കളക്ട് ചെയ്യണം. വീണ്ടും കുറേ പ്ലാന്റ്സ് കളക്ട് ചെയ്യണം. നമുക്ക് മരത്തേൽ ഫിറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സ് കളക്ട് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. എന്തായാലും അതൊക്കെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് കൊള്ളിക്കാൻ പറ്റത്തില്ല. എന്തായാലും അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ അതൊക്കെ ചെയ്യാനൊക്കെ ഇട്ട് പോകുന്നത്. മേ ബി ചിലപ്പോൾ ഒരു 1-2 വീഡിയോ ഒക്കെ ഒരു 2 വീഡിയോയും കൂടെ വേണ്ടി വരും തോന്നുന്നത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും കാട്ടിലൊക്കെ പോയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ടായിരുന്നേ ഉള്ളൂ. മഴക്കാലത്തൊക്കെ പോകുകയാണെങ്കിൽ നല്ല തണുപ്പുമായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ജീവികളൊക്കെ കാണാൻ പറ്റും. കുറച്ച് നല്ലൊരു അഡ്വഞ്ചറസ് ആയിട്ടൊരു ട്രിപ്പൊക്കെ പോയി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തു. എന്തായാലും പോയത് വെറുതെ ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ അക്വാ ടെറേറിയത്തിൻ്റെ വർക്ക് നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.